PSC ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയുള്ള FIRൽ ആരുടെയും പേരുകളില്ല. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയുള്ള FIRൽ ആരുടെയും പേരില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണത്? അപ്പോൾ ആരാണ് ഈ പ്രതിപട്ടികയിൽ? FIRൽ ആരുടെ പേരുകളാണ് അപ്പോൾ ഉള്ളത്? അക്ഷയ, ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്തു, അതിൽ പ്രതിപട്ടികയിൽ ആരുമില്ല. പ്രതിപട്ടികയിൽ ഇനി ഉന്നതരായ 2 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തും. അത് നാളെ പ്രത്യേക റിപ്പോർട്ട് കോടതിയിൽ നൽകിയാണ് ആ പേരുകൾ ഉൾപ്പെടുത്തുക എന്നാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ആസൂത്രണ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. SIT ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയത്. ആ പ്രാഥമിക അന്വേഷണത്തിൽ ആസൂത്രണ ബോർഡ് നിയമനത്തിൽ വലിയ ക്രമക്കേട് നടന്നു എന്ന് SIT കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ് ഉചിതമെന്നുള്ള വിലയിരുത്തലിലേക്കാണ് SIT എത്തിയത്. തുടർന്നാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഈ FIRൽ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ പരാതിക്കാരൻ നൽകിയ പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അത് സ്റ്റേറ്റ്മെന്റ് FIS ആക്കിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ SIT നടത്തിയ അന്വേഷണത്തിൽ ഈ ക്രമക്കേടിന് വഴിയൊരുക്കിയ 2 ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയിട്ടുണ്ട്. ആ 2 ഉദ്യോഗസ്ഥരെയാണ് ഇനി പ്രതി ചേർക്കാൻ SIT ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ FIRൽ ചേർത്തിട്ടില്ലെങ്കിലും നാളെ അത് പ്രത്യേക റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണം അത് ഗൗരവമാണ്. അത് മാത്രമല്ല, ക്രമക്കേട് നടന്നു എന്നുള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ വിലയിരുത്തപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക് ഒരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസ് എടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PSCയിൽ വലിയൊരു ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. ഇനി എന്ത് രീതിയിലുള്ള ക്രമക്കേടാണ്, അതിൽ ലാഭം ആർക്കാണ്, ആരൊക്കെയാണ് ആ ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ആരെയൊക്കെ ഇനി തുടർ പ്രതിയാളാക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ SIT ഇനി അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് തീരുമാനിക്കുകയും ചെയ്യും. ഏതായാലും ഏറ്റവും ഗൗരവമുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അജിത ബീഗം IG നേതൃത്വത്തിൽ നടന്ന പ്രാഥമിക അന്വേഷണത്തിൽ വലിയ ക്രമക്കേട് നടന്നു, PSCയുടെ വിശ്വാസത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്നുള്ള വിലയിരുത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഗൗരവം അർഹിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എത്രമാത്രം യുവാക്കളുടെ സ്വപ്നമാണ്. പരീക്ഷ എഴുതിയിട്ടുള്ള കാത്തിരിപ്പിൽ പലരും കാത്തിരിക്കുന്ന സംവിധാനമാണ്. അങ്ങനെയുള്ള ഒരു പൊതു സംവിധാനത്തിൽ വലിയ ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാകുന്നു എന്ന് വേണം മനസ്സിലാകാൻ. അതായത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ആദ്യ FIR, ആദ്യ കേസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് അനന്തകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. അനന്തൻ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും അതുതന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, പരാതികൾ പലതായി പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതോടെ അത് സ്ഥിരീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആദ്യം ആരോപണം വന്നത് ആസൂത്രണ ബോർഡിലെ നിയമനമാണ്. അതിനുശേഷം പല കാറ്റഗറികളിലുള്ള നിയമനം സംബന്ധിച്ചുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളെ തുടർന്നാണ് സർക്കാർ ഇത് അന്വേഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത്. അതിൻ്റെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷനായിരുന്നു. അജിത ബീഗത്തെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥയായി അജിത ബീഗത്തെയാണ് എക്കണോമിക് ഓഫൻസ് വിംഗ് IG അജിത ബീഗത്തെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥയെ തീരുമാനിച്ചത്. അങ്ങനെ 3 അംഗ സംഘം, 2 ഉദ്യോഗസ്ഥർ കൂടി സംഘത്തിലുണ്ട്. ആ 3 അംഗ സംഘമാണ് PSCയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ ഇപ്പോൾ ആദ്യം പരാതി ഉയർന്ന നിയമനത്തിൽ ക്രമക്കേടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് തന്നെ വലിയ ഗൗരവമർഹിക്കുന്ന കാര്യമാണ്. കാരണം ഏറ്റവും വലിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ റിക്രൂട്ടിംഗ് ഏജൻസി, മാത്രമല്ല നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, ചെറുപ്പക്കാരൊക്കെ വലിയ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു ഏജൻസി, ആ ഏജൻസികളുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതിൽ ഒരു കാറ്റഗറിയിൽ നടന്ന നിയമനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നുള്ളത്, ആ ക്രമക്കേടിന് PSCയിലെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവരുടെ റോൾ എന്താണ്, എങ്ങനെയാണ് ഈ ക്രമക്കേട് നടന്നത് എന്നതൊക്കെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം, അതും ക്രൈം രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം വേണം എന്നുള്ളൊരു നിലപാടിലേക്കാണ് SIT എത്തിയത്. അതിലാണിപ്പോൾ FIR രജിസ്റ്റർ ആയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് കാറ്റഗറികളിലുള്ള പരാതികൾ കൂടി അന്വേഷണ പരിധിയിലുണ്ട്. അപ്പോൾ അതിലും ആവശ്യമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം നടക്കും.